ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കാനറിനെ പറ്റിയാണ്. ഇതിൻ്റെ പേര് നിക്കോളാസ് ഹയസ്റ്റ് ഓപ്പണിൻ്റെ സ്കാനർ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്കാനർ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ഫ്യൂച്ചറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഓപ്ഷൻ ചെയ്യാൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ചെയിനിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും അതുപോലെ പുട്ട് സ്ട്രൈക്ക് ലെവൽസും കാണാൻ സാധിക്കും. ഈ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽ മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുള്ള പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നോക്കാമെങ്കിൽ ഡിക്സൺ ആണ്. ഇപ്പോൾ ഡിക്സണിൽ ഹയസ്റ്റ് സി കാണിക്കുന്നത് 12,000 ആണ്. നമുക്കാണെങ്കിൽ ഡിക്സൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കാം. ഇത് ഡിക്സൻ്റെ സ്റ്റോക്കാണ്. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ ചെയിൻ കിട്ടും. ഇനി ഇവിടെ നമുക്ക് 12,000 സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 12,000 OI 3,60,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 10,000 ആണ്. നമുക്കിവിടെ 10,000 നോക്കാം. അപ്പോൾ 10,000 ഉണ്ട്, 1,32,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെവൽസാണ് ഉള്ളത്. അപ്പോൾ ഈ 10,000 ഇപ്പോൾ ഡിക്സണിൽ സ്ട്രോങ് സപ്പോർട്ടും 12,000 സ്ട്രോങ് റെസിസ്റ്റൻസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സിലും ഓപ്ഷൻ ചെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റോക്സുകൾ എടുത്ത് ഇതുപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്കാനർ എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സിൻ്റെ നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ലെവലും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസും തരും. മാത്രമല്ല ഇത് LTP ആണ്. അപ്പോൾ ഇത് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് അപ്ഡേറ്റ് ആവാത്തത്. അപ്പം ഇത് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്റ്റോക്കുകളാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് തൊട്ടടുത്ത് ട്രേഡ് ചെയ്യുന്നത് നമുക്കറിയാൻ സാധിക്കും. നിയർ സി റെസിസ്റ്റൻസ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിൽറ്റർ ചെയ്ത് കിട്ടും തൊട്ടടുത്ത് ട്രേഡ് എടുക്കുന്ന സ്റ്റോക്സുകൾ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 0.5% ഉള്ളിൽ ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഓറോ ഫാർമയാണ് തൊട്ടടുത്ത് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ട്രേഡ് എടുക്കുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ആയി വരും. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 1200 1300. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ മുകളിൽ ട്രേഡ് ചെയ്യാനും ഇപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 1300 ലെവൽ ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വരും. അതല്ലെങ്കിൽ ഇത് ടച്ച് ചെയ്ത് വീണ്ടും റിവേഴ്സ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പുട്ട് ഓപ്ഷൻ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്സുകളാണ് ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത്. TVS മോട്ടർ നോക്കാം. ഇപ്പോൾ TVS മോട്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഒരു സപ്പോർട്ട് എടുത്ത് 3600 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ട്രെൻഡ് ഡൗൺ ആണ്. ഇത് തിരിച്ച് ക്യാൻഡിൽ ഇതിന് മുകളിൽ ട്രേഡ് എടുത്താൽ മാത്രമാണ് അപ്പ് സൈഡിന് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇന്ന് ഏതൊക്കെ സ്റ്റോക്സിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ല NTPC നോക്കാം, അതും തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ NTPC ഉണ്ടോ, അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡാണ് നിലവിൽ, കാരണം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോഴാണ് നമുക്കൊരു അപ്പ് ട്രെൻഡ് നോക്കാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ നോക്കണം. അപ്പോൾ നിഫ്റ്റിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിഫ്റ്റി പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു TVS മോട്ടറൊക്കെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡിന് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ് ഏതൊക്കെ സ്റ്റോക്സുകളാണെന്ന്. ഇത് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ഏതെങ്കിലും സ്റ്റോക്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെവൽസും അറിയാമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ റിലയൻസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് റിലയൻസ് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ റിലയൻസ് വരും. ഇപ്പോൾ റിലയൻസിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുള്ള കോൾ ഓപ്ഷൻ അതായത് 1450 പുട്ട് ഓപ്ഷൻ 1400 ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചാർട്ട് ഓപ്പൺ ചെയ്യാം. കണ്ടോ, 1450 1400. ഇപ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നിലവിൽ റിലയൻസിൻ്റെ ട്രെൻഡ് ഡൗൺ ആണ്. ഇനി ഈ ഒരു 1400 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ടോപ്പ് ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലൈവ് മാർക്കറ്റിൽ. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ പുതിയ ലെവൽസ് വരാണെങ്കിൽ ആ ലെവൽസ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പുതിയ ട്രെൻഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കാനറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എക്സൽ ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നെ അതിന് EOD ഡാറ്റ ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഈ സ്കാനർ നമുക്ക് ലൈവായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതായത് ഇതിൽ ലൈവായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് വരുന്നതാണ്. ലൈവായിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് വരും, നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഞാൻ എക്സ്ട്രാ ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. CNBCയുടെ TV കൊടുത്തിട്ടുണ്ട്. CNBC ലൈവ് TV. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസ് ഒക്കെ അറിയണമെങ്കിൽ പെട്ടെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് CNBCയുടെ ഇവിടെ TV വരും. അത് നമുക്ക് എവിടെയാണെങ്കിലും മൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ബിഗ് സ്ക്രീനിൽ കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ എൻലാർജ് ഓപ്ഷൻ ഉണ്ട്. നമുക്കത് എൻലാർജ് ചെയ്ത് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും മാർക്കറ്റ് ന്യൂസൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ന്യൂസും അതുപോലെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെ അടുത്ത് ട്രേഡ് എടുക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ ഐഡിയാസ് വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്കാനേഴ്സ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനം എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സ്കാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫയേഴ്സിൻ്റെ API യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഞാൻ ലേറ്റസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കാനർ. അപ്പോൾ ഇതിൻ്റെ ലൈവ് പെർഫോമൻസൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കിത് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.